ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഇന്ന് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഇറങ്ങി. ഇവിടെ എന്താ സൂര്യൻ ഉദിച്ചിട്ടാണോ രാവിലെ എണീറ്റ് ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നത് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഫുഡൊക്കെ കഴിക്കാറ്. അപ്പോൾ അങ്ങനെ മക്കളെ പരിപാടീസൊക്കെ കഴിഞ്ഞിട്ടാണ് ചായ ഉണ്ടാക്കാനൊക്കെ ഇറങ്ങുന്നത്. അതുകൊണ്ട് ലേറ്റ് ആയതാണ്. അപ്പോൾ ഇവിടെ ഒരാളിതാ പുറത്തിങ്ങനെ നമ്മുടെ പുറത്തിട്ട കസാരയിൽ ഇരുന്ന് ഇങ്ങനെ നല്ല സുഖമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അവനെ കുറച്ച് നേരം നോക്കി നിന്ന് അതൊക്കെ കഴിഞ്ഞ് ഞാൻ അടുപ്പത്ത് പുട്ട് വെച്ചിരുന്നു. പുട്ടും മീൻകറിയാണ്, മാന്തൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതും പുട്ടും വെക്കാമെന്ന് വിചാരിച്ചു ഇറങ്ങിയതാട്ടോ. അങ്ങനെ ഇതാ പുട്ടിൻ്റെ ആവിയൊക്കെ വരുന്നുണ്ട്. ഞാനിതാ അജ്മി പുട്ടുപൊടിയായിട്ട് എടുത്തത്. അതൊക്കെ നന്നായിട്ട് കുഴച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മാന്തളൊക്കെ തലേന്നേ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് രാവിലെ എടുത്തൊന്ന് വെള്ളത്തിലിട്ട് ഒന്ന് ഫ്രീസായതൊക്കെ ഒന്ന് തണുത്താൽ നമുക്ക് കറിയിൽ പെട്ടെന്ന് എടുത്തിടാമല്ലോ എന്ന് വിചാരിച്ച് മുറിച്ചൊക്കെ വെച്ചതാട്ടോ. അങ്ങനെ കറിയൊക്കെ ഇവിടുന്ന് സെറ്റായി വരുന്നുണ്ട്. അപ്പോഴേക്കും മോന് എണീറ്റിട്ടില്ലായിരുന്നു. മോന് എണീറ്റ് വന്നു. അവനിതാ ചായ കൊടുക്കുകയാണ്. മോളായിരുന്നു നേരത്തെ എണീറ്റത് കേട്ടോ. അങ്ങനെ അവന് ചായ ഒക്കെ കൊടുത്തു കഴിഞ്ഞ് വീണ്ടും ഞാൻ അടുക്കളയിലേക്ക് ഇറങ്ങി. അപ്പോൾ കറി അവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട് വീണ്ടും. പിന്നെയെന്ന് വെച്ചാൽ ആ മാന്തയ്ക്ക ഇതിൻ്റെ അകത്ത് എടുത്തിടാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഞാൻ രാവിലെ ഉണ്ടാക്കിയ ചായകളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ട്രിപ്പ് ചായ വെക്കണം. അതിനു വേണ്ടി പാല് വരണം. പാല് വന്നാലേ ഇനി ബാക്കിയുള്ള ചായ വെക്കാൻ വയ്യുള്ളൂ. അങ്ങനെ ഇതാ ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് ഞാൻ കറി വറവിടാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കർമൂസ കിട്ടിയിരുന്നു. കർമൂസ അത് ഉപ്പേരി ഉണ്ടാക്കാമല്ലോ ഉച്ചയ്ക്ക് എന്ന് വിചാരിച്ചു അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി കുറച്ച് കുബൂസും പിന്നെ എന്താ പറയുക നമ്മുടെ ചിക്കൻ്റെ അൽഫാമും വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതും കുറച്ച് ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ചൊന്ന് ചൂടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. രാവിലെ അത് തീർക്കണ്ടേ. പിന്നെ കുറച്ച് കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മക്കൾക്ക് വേണ്ടിയിട്ടാണ് കഞ്ഞി ഉണ്ടാക്കിയത്. അങ്ങനെ രാവിലത്തെ ഫുഡുകൾ ഇതൊക്കെ തന്നെയാണ് ഉള്ളത് കേട്ടോ നമുക്ക്. പിന്നെ ഞാനൊന്ന് പുറത്തേക്ക് വന്ന് ഇറങ്ങി നോക്കി എന്താ അവിടുത്തെ സ്ഥിതി. കുഴപ്പമൊന്നുമില്ല, നല്ല കളിയിലാണ്. അപ്പോൾ ഞാൻ പാല് മെല്ലെ എടുത്ത് ബാക്കി ചായയും കൂടി ഉണ്ടാക്കി വെച്ചാൽ ഫുള്ള് കംപ്ലീറ്റ് പണി കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് ചായക്ക് വേണ്ടിയുള്ള പാലിന് പോയതാട്ടോ. പുറത്ത് കൊണ്ട് വെക്കാറുള്ളത്. അങ്ങനെ ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി പാലകത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ എല്ലാ പണികളൊക്കെ കഴിഞ്ഞു. ഇനി ചോറും കുറച്ച് ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള കർമൂസ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് റെഡിയാക്കിയാൽ മതി. അതിൻ്റെ ഇടയ്ക്ക് ചായയൊക്കെ കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പരിപാടി നോക്കുക. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചായയൊക്കെ കുടിച്ച് മോളെയും കൊണ്ടൊന്ന് മുടി വെട്ടിക്കാൻ പോയി. മുടി ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയിട്ട് വെട്ടിച്ചു. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എങ്ങനെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.